അപ്പൊ ഞങ്ങൾ ഇവിടെ അമ്മയുടെ ഔദാര്യത്തിൽ കഴിയുന്നെന്നാണോ അമ്മ പറയുന്നേ? എടി, ഇത്രയും കാലം നീയൊക്കെ ഇവിടെ കഴിഞ്ഞത് എങ്ങനെയടി? ഈ പാവപ്പെട്ട ചായക്കടക്കാരിയുടെ വിയർപ്പും തളർച്ചയും കൈക്കരുത്തും പണമാക്കി മാറ്റിക്കൊണ്ട് തന്നെയാ നീയൊക്കെ ഇവിടെ കഴിഞ്ഞത്. ഈ ബുദ്ധി നേരത്തെ പ്രയോഗിക്കേണ്ടതായിരുന്നു. ഒരു കുപ്പി കള്ളിൽ ഒടുങ്ങിയതിനെയല്ല. ഉപേന്ദ്ര, നീ എന്റെ അനിയനാടാ. ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പറ്റിയില്ലേ? ഇല്ല. പിന്നെതെന്ത് ചെയ്തു? വീണ്ടും ഇവിടെ കൊണ്ടുവന്നു വെച്ചോ? അത് പാപനാശിനി പുഴയെ തന്നെ ഒഴുകിപ്പോയെന്നാ പറഞ്ഞത്. അതെന്തായാലും നന്നായി, ഒഴുകിപ്പോയല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു, അങ്ങനെ കരുതി സമാധാനിക്കാലോ. അവരിതിനായി ഇവിടുന്ന് പോകുമ്പോഴേ ജോത്സ്യം പറഞ്ഞിരുന്നു അത് നടക്കാൻ പാടില്ലെന്ന്. അതതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോ ഒഴുകിപ്പോയെന്ന് പറഞ്ഞത്? നിമഞ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിൽ ലയിപ്പിക്കുക. അതവിടെ നടന്നില്ല. പിന്നെങ്ങനെയാ അസ്ഥി നിമഞ്ജനം ചെയ്തു എന്ന് പറയുന്നേ? നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് പല അനർത്ഥങ്ങളും ഉണ്ടാക്കും. ഇവിടെ ഞാനിപ്പം അതുപോലുള്ള അനർത്ഥങ്ങൾ കാണുന്നുണ്ട് രേഷ്മേ. അതൊക്കെ ശാരദാമ്മയുടെ തോന്നലാ. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്നും നടിക്കണം. ഇതെല്ലാം എന്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയൂ. ഞാനൊരാൾ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്റെ 3 പെൺമക്കൾക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം വന്നിരിക്കുന്നത് ഞാൻ മൂലമാണെന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. അങ്ങനെയൊന്നും കരുതണ്ട ശാരദാമ്മേ. 3 പെൺമക്കളെയും ശാരദാമ്മ വളർത്തി വലുതാക്കി, ഒരാളെ കളക്ടറാക്കി. അതൊന്നും ചെറിയ കാര്യങ്ങളേ അല്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വെട്ടി വന്നവരെ ആർക്കാ ജീവിതത്തിൽ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ പറ്റുന്നേ? അങ്ങനെ നോക്കുമ്പോ ശാരദാമ്മ എന്തുകൊണ്ടും ഭാഗ്യവതി തന്നെയാ. എന്ത് ഭാഗ്യം! എനിക്ക് 3 പെൺമക്കളുണ്ടായി എന്നുള്ളതല്ലാതെ അവരുടെ ആരുടെയും ജീവിതം ഭംഗിയാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ശ്യാമയുടെ കാര്യം തന്നെ കണ്ടില്ലേ? നല്ലൊരു ജീവിതമോ സാമ്പത്തിക ഭദ്രതയോ അവൾക്കുണ്ടോ? ഇല്ല. ശാരികയുടെ അവസ്ഥ അതിലും കഷ്ടമാ. പിന്നെ ശാലിനി, അവളുടെ ജീവിതവും ഇങ്ങനെയായി. ഞാൻ ആത്മാർത്ഥതയോടെയാ എന്റെ മക്കളെ പെറ്റ് വളർത്തിയത്. പക്ഷെ അവർക്ക് മുന്നിൽ ഞാൻ ഇന്നൊരു ദുശകുനവാ, ചോദ്യചിഹ്നമാ. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതെന്ന് സർവേശ്വരനോട് ഞാൻ ചോദിച്ചു പോവുക. കാരണം അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിന്റെയും മൂല കാരണം ഈ ഞാൻ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എന്റെ മക്കളല്ലേ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ വഴിയാധാരമാക്കി അവരുടെ എല്ലാവരുടെയും ജീവിതം ഞാനായിട്ട് വഴിയാധാരമാക്കി. ശാരദ ജീവിതത്തിൽ തോറ്റു. ശാരദ എല്ലാരും കൂടി തോൽപ്പിച്ചു. ശാരദാമ്മേ, അതിപ്പോ അതല്ലേ മോളെ സത്യം? നിങ്ങൾ ശരിക്കും ആരാ? നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ വരുന്നത്? നിങ്ങൾ വരുമ്പോഴാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നേ. ഞാൻ നിങ്ങളുടെ അമ്മയെ കാണാൻ വരുന്നതേ സ്നേഹബന്ധത്തിന്റെ പുറത്താ, അല്ലാതെ നിങ്ങളുടെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുന്നതല്ല. നിങ്ങളുടെ അമ്മയുടെ സങ്കടം എന്ന് പറയുന്നതേ നിങ്ങൾ മക്കളെ ഓർത്ത് മാത്രമാ. ഇങ്ങനെ പോയാ
ശാരദാമ്മയെ അധികം വൈകാതെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലാക്കേണ്ടി വരും. അത്രയ്ക്ക് സങ്കടമാ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഓർത്തുള്ളത്. ഇതൊക്കെ പറയാൻ നീ ആരാടി? ഇതേ ഞങ്ങളുടെ വീടാ. ഈ വീട്ടിൽ കയറി വന്നു നിന്ന് നീ ഞങ്ങളെ നന്മ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നോ? ദേ ഇപ്പൊ ഇറങ്ങിക്കോണം ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന്. ഇതൊക്കെ പറയാൻ നീയൊക്കെ ആരോടി? എന്റെ ചെലവിലാ നീയൊക്കെ കഴിയുന്നത്, അല്ലാതെ നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിലല്ല ശാരദ ഇവിടെ കഴിയുന്നത്. എന്നെ കാണാൻ ഇവിടെ പലരും വരും. അവരോടൊക്കെ ഇറങ്ങി പോവാൻ പറയാൻ നിനക്കൊന്നും ഒരു അവകാശവും ഇല്ല. ഇത് എന്റെ വീടാ, എന്റെ മാത്രം വീട്. ഓ, അപ്പൊ ഞങ്ങൾ ഇവിടെ അമ്മയുടെ ഔദാര്യത്തിൽ കഴിയുന്നെന്നാണോ അമ്മ പറയുന്നേ? എടി, ഇത്രയും കാലം നീയൊക്കെ ഇവിടെ കഴിഞ്ഞത് എങ്ങനെയടി? ഈ പാവപ്പെട്ട ചായക്കടക്കാരിയുടെ വിയർപ്പും തളർച്ചയും കൈക്കരുത്തും പണമാക്കി മാറ്റിക്കൊണ്ട് തന്നെയാ നീയൊക്കെ ഇവിടെ കഴിഞ്ഞത്. ദേ, ഞാൻ വീണ്ടും പറയാ, ഇത് എന്റെ വീടാ. എനിക്കിഷ്ടമുള്ളവർ ഇവിടെ വരും. നിനക്കൊക്കെ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. മനസ്സുണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ പൊക്കോണ രണ്ടും എന്റെ മുന്നിന്ന്. എനിക്കൊന്നിനെ കാണണ്ട. മോള് വാ. ഒരുപാട് സങ്കടങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാ ശാരദാമ്മ. എല്ലാ സങ്കടങ്ങളും നിങ്ങളെ ഓർത്തു തന്നെയാ. എല്ലാം ഉള്ളിലൊതുക്കി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാവാം ഇപ്പോ ആ മനസ്സ് കൈവിട്ടുപോയ അവസ്ഥയിലാ. നൂല് പൊട്ടിയ പട്ടം പോലെ തെന്നി തെന്നി പറക്കാൻ ശ്രമിച്ചിട്ട് താഴെ വീഴും മുമ്പേ വീഴാൻ കാത്തു നിൽക്കാതെ നിങ്ങളൊരു കൈത്താങ്ങാവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാൾക്കും ശാരദമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവില്ല. രേഷ്മേ, മോളെ രേഷ്മേ. ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ജന്മം തന്ന ആ അമ്മയൊന്ന് അറിയാൻ ശ്രമിക്കേ. ആ പുണ്യമെങ്കിലും കൂടെ ഉണ്ടാവട്ടെ.